ഹാപ്പി ന്യൂ ഇയർ എല്ലാവർക്കും. ഈ ഹാപ്പി ന്യൂ ഇയർ എന്ന് പറയുമ്പോൾ ഇംഗ്ലീഷിലാണെങ്കിൽ തെറ്റിദ്ധരിക്കേണ്ട. ഭൂമി സൂര്യനെ ചുറ്റുന്ന പ്രദക്ഷിണ പാത. സൂര്യൻ സ്വയം കറങ്ങുന്നുണ്ട് താനും പറയില്ലേ. 13.5 ദിവസം വീതമുള്ള 27 സമഭാഗങ്ങളായി ഭൂമി സൂര്യനെ ചുറ്റുന്ന പ്രദക്ഷിണ പാതയെയാണ് നമ്മൾ വിഷുവം എന്ന് പറയുന്നത്. വിഷു എന്ന് ലോപിച്ചതാണ്. അതായത് ഞാറ്റുവേല അഥവാ നട്ടുവേല, നട്ടവേല, ഞാറ്റുവേല, ഞായറിൻ്റെ വേല. ഞായറിൻ്റെ വേല എന്ന് പറഞ്ഞാൽ ഞായർ സൺ സൂര്യൻ ഡേ ദിവസം, സൂര്യൻ്റെ ദിവസം അയനം. അതാണ് ഇത്. പഴയ കാലത്തെ ഇപ്പോൾ ഭാരതീയത നമ്മൾ പറയുമ്പോൾ ഇൻ്റർനാഷണൽ എന്നാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ആ ഭാരതീയത ഹൈന്ദവ ഹിന്ദു ആണ്. അന്നത്തെ ഭാരതത്തിൽ ഇന്ത്യയോ അന്നത്തെ ഇന്ത്യയിൽ ഹിന്ദുവോ ഇല്ല. അപ്പോൾ അതുകൊണ്ടാണ് ഈ വാക്കുകളൊക്കെ ദേവഭാഷ വേദഭാഷ എന്ന് പറഞ്ഞ് കളിക്കുന്നത്. നമ്മളെ സുകുമാർ അഴീക്കോട് മാഷയുടെ ഒരു തത്വമസി ഉണ്ട്. ആ തത്വമസി വേദഗ്രന്ഥം മാത്രമല്ല ദേവഗ്രന്ഥവുമാണ്. അപ്പോൾ അതിലാണ് പറയുന്നത് ത്രീ എന്ന് പറഞ്ഞ വാക്ക് അതിൽ തന്നെ ഉണ്ട്. അപ്പോൾ നമ്മുടെ പുതുതലമുറയ്ക്ക് കുറച്ച് ഓൾഡ് ഈസ് ഗോൾഡ് എന്ന് പറയാനാണ് ആ വാക്ക് ഉപയോഗിക്കുന്നത്. അല്ലാതെ സംസ്കൃത പാണ്ഡിത്യം വിളമ്പാനല്ല കേട്ടോ. കുറച്ച് എന്തെങ്കിലുമൊക്കെ അറിയുകയും ചെയ്യാം. വിനയമാണ്. എന്നാൽ തന്നെ നമുക്ക് മനസ്സുകൾക്ക് നല്ലൊരു രസം കിട്ടുന്ന വാക്കാണ് ഇനി പറയാൻ പോകുന്നത്. ഇതം വിഷ്ണുർവിചക്രമേ ത്രേതാ നിദദേപദം സമൂൾ ഹമസ്യ പാംസുരേ ത്രീണീപദാ വിചക്രമേ. ത്രീണി എന്ന് പറഞ്ഞ വാക്ക് അന്നുണ്ട്. ത്രീണീപദാ വിചക്രമേ വിഷ്ണുർഗോപ അദാഭ്യ അതോ ധർമാണി ധരയാൻ. ഇത് വൈകാരികമായ ഹിന്ദുക്കളെ ഉണ്ടാക്കുന്നതിന് വേണ്ടിയല്ല, വിചാരവാന്മാരായ മനുഷ്യന്മാർക്കുള്ള ഒരു സൂക്തം എന്ന് പറഞ്ഞാൽ നന്നായി പറയപ്പെട്ടത്. ഇതിന്റെ മലയാളം കൂടി നമുക്ക് പറയാം. സർവ്വവ്യാപനശീലനായ വിഷ്ണു. ഇത് ഫിസിക്സ് ആണ് കേട്ടോ. സർവ്വവ്യാപനശീലനായ വിഷ്ണു എന്ന് പറയുമ്പോൾ വീശുന്നു എന്ന് മുറുക്കി പറഞ്ഞാൽ മതി. രാമ 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 എന്ന് പറഞ്ഞപ്പോഴാണ് സാറേ മരം 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 എന്ന് പറഞ്ഞിട്ട് രാമൻ വന്ന മാതിരി വീശുന്നു 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 എന്ന് പറഞ്ഞാൽ ഫിസിക്സിന്റെ ആദ്യ പൈതൃക പാരമ്പര്യ വിചാരം കിട്ടും, വികാരം കിട്ടരുത്. അപ്പൊ അതുകൊണ്ടാണ് സർവ്വവ്യാപനശീലനായ വിഷ്ണു ഈ ലോകം മുഴുവൻ സവിശേഷമായി ആക്രമണം ചെയ്ത് തന്റെ പാദം നീട്ടി ഉറപ്പിച്ചു എന്നും വിഷ്ണുവിന്റെ പൊടി പുരണ്ട പാദത്തിൽ നിഖില പ്രപഞ്ചവും അന്തർഭവിച്ചിരിക്കുന്നു. ഇന്റർനാഷണൽ. അപ്പൊ നമ്മളിത് പറയുമ്പോഴാണ് ഇപ്പൊ നമ്മളെ കടലിലെ ചന്ദ്രനിൽ നിന്ന് പോയി വന്ന ആളുകൾ ഇറങ്ങിയിട്ട് ഇങ്ങനെ കളിക്കുന്നുണ്ടല്ലേ. ഇവർക്കും അറിയണം ഇത് കൃത്യമായിട്ട്. അവര് ആർട്ടിമസ് എന്ന് പറഞ്ഞ ദൗത്യം പൂർത്തിയാക്കി മടങ്ങി വരുമ്പോൾ എന്തു അറിയണം? വേലിയിറക്കം, വേലിയേറ്റം അറിഞ്ഞിരിക്കണം. അല്ലെങ്കിൽ ഭൂമിയിൽ നിന്ന് ചന്ദ്രനിൽ പോയി വരാൻ കുറച്ച് പ്രയാസപ്പെടും. അപ്പോൾ ഈ വേദഭാഷയും ദേവഭാഷയും അവരും പഠിക്കുന്നുണ്ടായിരിക്കാം. ഇപ്പം നമ്മളെ നെഹ്റുവിൻ്റെയും അതുപോലെ ബാലഗംഗാധരൻ്റെയും നമ്മുടെ ഡോക്ടർ രാധാകൃഷ്ണൻ്റെയും അധ്യാപക ദിനത്തിലൊക്കെ നിങ്ങൾ വായിക്കുന്ന ഒരു പുസ്തകമാണ്. അപ്പോൾ യൂറോപ്യന്മാർ കടത്തിക്കൊണ്ട് പോയത് ഇത്തരം കുറേ ശാസ്ത്ര സത്യങ്ങളാണ്. ശാസ്ത്രം, ഈ ശാസ്ത്രമാണ് ആയുധം, ശാസ്ത്രമാണ് സയൻസ്. ഇത് മുഴുവൻ സയൻസാ എന്നല്ല. പുരോഗമിക്കുന്തോറും നമ്മൾ എന്ത് വേണം? ചിന്തകൾ വളർന്നു വരണം. ആ ചിന്തകൾ വളർന്നു വരുന്നതിനാണ് ത്രീ എന്ന് പറഞ്ഞ വാക്കിൽ ഒന്നുകൂടി ഊന്നി പറയുന്നത്. ത്രീണീപദാ വിചക്രമേ. ഫിസിക്സിന്റെ പിതാവായ സൂര്യൻ ആകാശത്ത് സൂര്യനായി, അന്തരീക്ഷത്തിൽ ഇടിമിന്നലായി, ഭൂമിയിൽ തീയായി അവൻ വീശുന്നു. ഓരോ മരങ്ങളിലേക്കും അറസ്റ്റ് ചെയ്തു തരുന്ന രസങ്ങളെയാണ് ഹൈന്ദവൻ എന്ന് പറയുന്നത്. ഹൈന്ദവൻ എന്ന് പറഞ്ഞാൽ ദൈവം എന്ന് പറഞ്ഞാൽ അലിഞ്ഞു ചേർന്നത്. അപ്പം നമ്മൾ പറയില്ല ഈറ്റിംഗ് ടൈമിൽ സ്റ്റാർട്ടിങ് അറ്റ് സലൈവ. നമ്മൾ ഓരോ ഭക്ഷണ സാധനങ്ങളും നമ്മളെ നാവിൽ തുമ്പിൽ തട്ടുമ്പോൾ അല്ലേ, ഒരു അത്ഭുതമാണത്. എന്നോ എവിടെയോ എടുത്തു വെച്ച ആ ബോധം, ആ ജ്ഞാനം, ആ ഉണ്മയുടെ പേരാണ് നമ്മുടെ ജൈവ രസ രത്നാകരം അഥവാ വിഷുവം. ഇതിലൊന്നുകൂടെ പറയാം. ഈ വിഷുവം എന്ന് നമ്മൾ പറയുന്ന സാധനമാണ് വിശ്വരൂപം ഹരിണം ജാതവേദസംപാരായണം ജ്യോതിരേകം തബന്ധം സഹസ്രരശ്മി ശതദാ വർത്തമാന പ്രാണപ്രജാനനാം ഉദയദേശ സൂര്യ. ഇത് പണ്ഡിതനായി പാമരനാവാനോ പണ്ഡിതനായി കുണ്ഠിതപ്പെട്ട് നടക്കാനോ അല്ല പറയുന്നത്. ഇത് കാല് മേലെ കയറ്റി വെക്കാനോ അല്ല. ഇതൊരു ശുദ്ധീകരിച്ചെടുത്ത ഭാഷ എന്ന് പറയുന്നതാണ് ഗൃ. ഈ ഗൃ കുറച്ച് സ്ഥലത്തേ ഉള്ളൂ. അത് കഴിഞ്ഞാലാണ് കൃഷി. അതെല്ലായിടത്തും ഉണ്ട്, എല്ലാവർക്കും വേണം. അപ്പൊ കൃഷിയോടനുബന്ധിച്ചാണ് മനുഷ്യ സമുദായം എവിടെ നിന്നും വാക്കുകളും അക്ഷരങ്ങളും ഉണ്ടായത്.
പിന്നെ അച്ചടിശാലകൾ ധാരാളം ഉണ്ടായപ്പോൾ അതങ്ങനെയാണ് ഇതിങ്ങനെയാണെന്ന് പറയരുത്. അപ്പം അതുകൊണ്ടാണ് സർവ്വരൂപനും കിരണമാലിയും സർവജ്ഞനും സർവാശ്രയവും ഏകമായ ജ്യോതിസും സന്താപകനുമായ സൂര്യൻ അനന്തം രശ്മികളുടെ നാനാരൂപം കൈക്കൊണ്ട് എല്ലാറ്റിനും പ്രാണനായി ഉദിക്കുന്നു. പ്രാണപ്രധാനന ഉദയദേശ സൂര്യ. ഇതിങ്ങനെ ആയിരിക്കാൻ വരുന്നത്. ചന്ദ്രനിലേക്ക് കൊടുത്തു. ചന്ദ്രനിൽ ഇപ്പോൾ ഹീലിയം കണ്ടെത്താനാണ് നമ്മൾ കാര്യമായിട്ട് ശ്രമിക്കുന്നത്. അപ്പോൾ ഇതിനു മുമ്പ് ആ ചന്ദ്രൻ ഇടത്താവളമാക്കിയിട്ട് ചൊവ്വയിലേക്ക് വരുന്നു. ആ ചൊവ്വയിൽ നിന്നാണ് എന്ത് വേണം? അപ്പം ഞായറാണ്, തിങ്കളാണ്, ചൊവ്വയാണ്. 3 റെഡിയായില്ലേ? സൂര്യനാണ്, ചന്ദ്രനാണ്, നക്ഷത്രങ്ങളാണ്. ഏതാണ് ഞായർ? സൂര്യൻ. ഏതാണ് തിങ്കൾ? ചന്ദ്രൻ. ഏതാണ് ചൊവ്വ? നമ്മൾ ഏറ്റവും കൂടുതൽ മോഹിക്കുന്ന അല്ലെങ്കിൽ തെറ്റിദ്ധരിക്കപ്പെട്ട ചൊവ്വാഗ്രഹം. അപ്പൊ ഇത്തരം അന്ധവിശ്വാസങ്ങൾക്കും അനാചാരങ്ങൾക്കുള്ള ബദൽ കൂടിയായിരിക്കണം നമ്മുടെ ശബ്ദങ്ങളിൽ നിന്ന് പുറപ്പെടുന്ന വേദവിജ്ഞാനം. വേദവിജ്ഞാനമാണ് ദേവവിജ്ഞാനം. ദേവവിജ്ഞാനമാണ് ഭാഷ. ഭാഷ ഉപകരണമാണ്. വാക്കുകളാണ് ആശയരൂപങ്ങൾ. ഇപ്പൊ നമ്മൾ ഓരോ വാക്കുകളും വാക്കുദിക്കും ദിക്കു നീ തന്നെയാകുന്നു. വാക്കിന്റെ വാരിധികൾ നിന്നിലേക്കാകുന്നു. വാക്കേ നീ അഗ്നിയാകുന്നു. വാക്കേ നീ അമൃതാകുന്നു. വാക്കെന്തായിരിക്കണം? വെളിച്ചമായിരിക്കണം, അഗ്നി. വാക്കേ നീ രുചികരമായ അമൃതാവണം, മധുരമായിരിക്കണം. അതുകൊണ്ടാണ് നമ്മൾ ഏതെങ്കിലും മനുഷ്യ മനസ്സുകൾ ആവശ്യമുള്ളവർക്ക് മാത്രമാണിട്ടത്. പറ്റുമെങ്കിൽ നന്നെങ്കിൽ നല്ലതെങ്കിൽ നല്ലതിനെങ്കിൽ ഈ വാക്കുകൾ അറിവായി തിരിച്ചറിവായി സ്വീകരിക്കുന്നതിനാണ് ഭാഷ ഉപകരണമാണ്. വാക്കുകളാണ് ആശയരൂപങ്ങൾ എന്ന് പറയുന്നതിനുള്ള കാരണം. നമ്മളൊക്കെ ചെയ്യുന്ന ചെറിയ ചെറിയ കാര്യങ്ങളിൽ നമുക്കൊരു ആത്മീയ ഉണർവുണ്ടാവും, ബലോണർവ്. അപ്പം അതിനാണ് ജീവിതവും മരണവുമല്ല ജീവിതം. ആ ജീവിതത്തിലേക്കുള്ള കുറച്ച് സാധനങ്ങളാണ് ഈ വിഷുവിനും ഏത് വിഷുവിനും. അതാണ് ഈ വിഷുവിന്റെ ഡേറ്റ് തെറ്റില്ല. വിഷു 1-ാം തീയതി എത്രാം തീയതി ചോദിക്കണ്ട, അത് ഒറ്റ ദിവസം. അതിന്റെ പേരാണ് വിഷുവം. അപ്പൊ ഈ വർഷത്തെ വിഷു സന്ദേശം എന്നല്ല പറയേണ്ടത്, ആഗോള ഹാപ്പി ന്യൂ ഇയർ എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മള് ഉറവു തേടുന്ന മണ്ണിലാടവും മുറിവു നീറും മനസ്സിന്റെ ഉള്ളിലും നിറയെ വർഷിക്ക നിങ്ങളൻ സ്വരസ്വരൂപമാം പ്രാണബിന്ദുക്കളെ. സപ്തസ്വരങ്ങൾ, സപ്തവർണ്ണങ്ങൾ, നവരത്നങ്ങൾ എന്നൊക്കെ പറയുന്നത് പോലെ വർഷിക്ക സ്വരസ്വരൂപമാം പ്രാണബിന്ദുക്കളെ. നമ്മുടെ സ്വരത്തിൽ നിന്ന് പുറപ്പെടുന്ന പ്രാണനിൽ നിന്ന് രസബിന്ദുക്കൾ വർഷിക്കുമ്പോൾ മാത്രമാണ് എന്ത് വരുന്നത്? രസകരം. രസ എന്ന് പറഞ്ഞാൽ ഭൂമി എന്നൊരർത്ഥം കൽപ്പിക്കുന്നുണ്ട്. അപ്പൊ അത് രസം എന്ന് പറഞ്ഞാൽ കൂടിച്ചേർന്നത്. അപ്പൊ ഈ ജൈവരസരത്നാകരമാണ് നമ്മളെല്ലാം ഈ വിത്തുപുര സന്ദേശത്തിലൂടെ നമ്മുടെ വരുന്ന തലമുറയ്ക്ക് നൽകുന്നത്. അപ്പോൾ ആർട്ടിമിസ് ദൗത്യം നടക്കുന്ന ഇന്നത്തെ ഈ ദിവസം ഇപ്പൊ കടലിൽ ഇറങ്ങിയിട്ട് അവർ ചുറ്റി കളിച്ച് ക്രിസ്റ്റീനയൊക്കെ ബോട്ട് കയറി. അപ്പോഴും എന്തു പറയുന്നുണ്ട്? സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും രസങ്ങൾ വർഷിച്ചുകൊണ്ട് കടലിൽ നിറയെ മത്തി വന്നു വീഴുന്നു, കാടുകളിൽ നിറയെ ആനകൾ വന്നു വീഴുന്നു അല്ലേ? പടുകൂറ്റൻ മരങ്ങളായാലും പുൽച്ചെടികളായാലും മനുഷ്യന് എന്തു വേണം? മർത്യനും മൃഗവും ഈ വൃക്ഷവും നക്ഷത്രവും പട്ടുനൂലൊന്നിൽ കോർക്കപ്പെട്ടുള്ള മണികളാം ക്ഷിപ്രമിച്ചരാചരമൊന്നായി തകർന്നു പോം ഈ പ്രപഞ്ചത്തിൻ ചോരഞ്ഞരമ്പൊന്നറുക്കിൽ. പ്രത്യേകിച്ച് പറയാൻ കാരണമുണ്ട്. ആവശ്യത്തിലധികം ബിൽഡിങ്ങുകളും ആവശ്യത്തിലധികം ഷോപ്പിംഗ് മാളുകളും കയറ്റി പൊക്കാൻ മറ്റേ മക്കളെ. നമ്മുടെ മക്കൾക്ക് ചൂട് കൊള്ളാതിരിക്കാൻ, അതായത് ജനസംഖ്യ വർദ്ധിപ്പിച്ച് നമ്മളെ വായു തന്നെ അല്ലേ, കാർബൺ ഡയോക്സൈഡ് അങ്ങോട്ട് ഓക്സിജൻ കിട്ടുക പറഞ്ഞാൽ അതിന് ചൂട് കൂടുതൽ തുടങ്ങി. അപ്പോൾ എന്ത് കാട്ടുക? ഉള്ള മരങ്ങളും മലകളും പുൽക്കൊടികളും പടുകൂറ്റൻ മരങ്ങളും സംരക്ഷിക്കുക. ആവശ്യമില്ലാതെ ഒരു ഇലയെ പോലും നുള്ളരുത്. അപ്പോൾ പരാഗണം നടന്നാലാണ് 70% ലോകം ചരിക്കുള്ളൂ എന്നുള്ള ഐൻസ്റ്റീൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. ആ പരാഗണത്തിലാണെന്നുണ്ടെങ്കിൽ കണ്ട പൂക്കളെ വെറുതെ നുള്ളിക്കളയരുത്. അതുപോലെ തന്നെ ആവശ്യമില്ലാതെ ഒരുപാട് കാലം യൂറോപ്പിനെ പിന്തുടരുത്. നമ്മുടെ ചെടികളും മരങ്ങളുമാണ്. നമ്മളിപ്പോൾ ഇരിക്കുന്ന മലപ്പുറത്താണ്. മലപ്പുറം ആയുർവേദത്തിന്റെ ആഗോള തലസ്ഥാനമാണ്. നമ്മൾ മലയാളത്തെ ആരും പുച്ഛിക്കേണ്ട. മലയാളത്തിന്റെയും ആസ്ഥാനം മലപ്പുറമാണ്. മലപ്പുറത്തിന്റെ മഹിമകൾ പറയുന്നതിനാണ് നമ്മളെ കോട്ടയ്ക്കൽ ആയുർവേദശാലയൊക്കെ ഇങ്ങനെ ഉയർന്നു നിൽക്കുന്നത്. ഇപ്പോൾ കോവിഡ് കാലത്ത് ഒരുപാട് മരണങ്ങൾ കമ്മിയാവുന്നതിനും അസുഖങ്ങൾ പ്രതിരോധിക്കുന്നതിനും കഴിഞ്ഞിട്ടുണ്ടാവുക അവരുടെയൊക്കെ പൂർവികന്മാരുടെ പോരാട്ടങ്ങളായിരിക്കാം. അപ്പം നമ്മൾ നെല്ല് നടുന്നവരോട് പറയും വർഷങ്ങൾക്ക് ശേഷം നമുക്ക് സെൻട്രലൈസ് ആയിട്ട് മാറുന്നതാണ് നെല്ല്. അല്ല, നെല്ല് വെറും അരിയല്ല. ആ നെല്ലിലാണ് വണ്ട്, ഞണ്ട്, ഞവള, ചവള, ചവിട്ടി, പിന്നെ ഒരുപാട് പരാഗങ്ങൾ നടക്കുന്ന പൂമ്പൊടികൾ, പിന്നെ വർഷങ്ങളോളം നമ്മളെ കിണറുകളിലേക്കും കുളങ്ങളിലേക്കും പുഴകളിലേക്കും ഒഴിയൊഴുകുന്ന സെൻട്രലൈസ് ആയി നിൽക്കുന്ന ജലം. ആ ജലത്തിലേക്കാണ് നമ്മൾ വെറും ആമസോണിലേക്ക് മാത്രം നോക്കിയിട്ട് ഓക്സിജൻ പരിഹരിക്കപ്പെടുമെന്നല്ല കരുതുന്നത്. നമ്മൾ ഇന്ന് പോലും പ്രസവിച്ച കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് ഈ 10 ദിവസമെങ്കിലും, അതായത് മേടം 1 മുതൽ 10 വരെ എന്തെങ്കിലും ഒന്ന് കുഴിച്ചിട്ടാൽ അത് കൃത്യമായിട്ട് മുളയ്ക്കുകയും ആ തണലിൽ നിന്ന്
ആ ഈർപ്പത്തിൽ നിന്ന് ചെടി വളരുകയും ചെയ്യുമെന്നാണ്. 10 കിണറിന് തുല്യമാണ് ഒരു കുളമെന്നും 10 കുളത്തിന് തുല്യമാണ് ഒരു ജലാശയമെന്നും 10 ജലാശയത്തിന് തുല്യമാണ് ഒരു പുത്രനെന്നും 10 പുത്രന് തുല്യമാണ് ഒരു മരം എന്നും പറയുന്നത്. ഇത് മരം എന്ന് പറയുമ്പോൾ പടുകൂറ്റൻ മരങ്ങളല്ല. അപ്പൊ നമ്മളെ മരങ്ങളെ പറ്റി നമുക്ക് തന്നെ അറിയാം. അശ്വതി, ഭരണി, കാർത്തിക, മകീരം, തിരുവാതിര, പുണർതം, പൂയം എന്ന് പറയുന്നതിനൊക്കെ മരങ്ങളുണ്ട്. ഈ മരങ്ങളൊക്കെ ഓരോ രസങ്ങൾ വലിച്ചെടുക്കുമ്പോൾ ക്ലൗഡ് ബേസ്ഡ് അഥവാ മേഘവിസ്ഫോടനം തടയുന്നതിന് സഹായിക്കുമെന്നത് ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടിട്ടുള്ളതാണ്. അപ്പൊ കാഞ്ഞിരത്തിലേക്ക് കയ്പ് പോന്നാൽ അന്തരീക്ഷം അത്രയും സമ്മർദ്ദം കുറയും. അത് കഴിഞ്ഞാലാണ് മരം വരുന്നത്. ഏത്? നെല്ലിക്ക് വരെ കയ്പായ, ചവർപ്പായ, പുളിപ്പായ, മധുരം. ഇതാണ് ഏത് ഭാഷയിലെ കാഞ്ഞിരവും മധുരിക്കുമെന്ന് പറയാൻ കാരണം. അതായത് വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ മധുരിക്കുന്ന സാധനമുള്ള നെല്ലിക്ക. അതുകൊണ്ടാണ് നക്ഷത്ര വൃക്ഷങ്ങൾ കൂടിയും കേട്ടോളുണ്ടു. ഏതാ? അശ്വതി മുതലായ കൊള്ളുക കാഞ്ഞിരം, നെല്ലിയും, ക്രമാൽ, അത്തിഞ്ഞാവൽ, കരിങ്ങാലി, പിന്നെ കരിമരമുള, അരയാൽ നാഗവും, പേരാൽ, പ്ലാശയിത്തി, മമ്പഴ, നൽകൂവളം, നീർമരുത്, വയ്യാങ്കതയിലഞ്ഞിയും, വെട്ടി, വയനവഞ്ഞിയും, പ്ലാവരുക്ക്, വനച്ചിയും, കടമ്പ്, നല്ലതെന്മാവ്, കരിമ്പനയിലിരിപ്പയും, ഇവ നക്ഷത്ര വൃക്ഷങ്ങൾ നന്ന് നട്ടു നനപ്പവ പറ്റാവെട്ടുവയവം ചിന്യം സദാ ബുദ്ധയൻ ദശകൂപസമാവാപി ദശവാപി സമോഹൃത ദശഹൃത സമപുത്രോ ദശപുത്രോ സമോ ദ്രുമാ. 10 കിണറിന് തുല്യമാണ് ഒരു കുളമെന്നും 10 കുളത്തിന് തുല്യമാണ് ജലാശയമെന്നും 10 ജലാശയത്തിന് തുല്യമാണ് പുത്രനെന്നും 10 പുത്രന് തുല്യമാണ് ഒരു മരം. അതിൽ ഏറ്റവും നല്ല മരമാണ് ഇപ്പോൾ നമ്മളെ പ്ലാവ്. ലോകത്തെ ഏറ്റവും നല്ല പഴം, വയറ് നിറച്ച് തിന്നാം. ചക്കയും മാങ്ങയാണ് ഇത്ര മുമ്മാസം. താളും തകരി മുമ്മാസം, ചേമ്പും ചേനി മുമ്മാസം, അങ്ങനെ ഇങ്ങനെ മുമ്മാസം. അതിൽ ചക്കയും മാങ്ങി തിന്നാലോ ചക്ക അഥവാ അധികം തിന്നാൽ ചക്കയ്ക്ക് ചുക്ക്, മാങ്ങയ്ക്ക് തേങ്ങ. അതാണ് നമ്മളെ ശാസ്ത്രീയമാണ്. അതൊക്കെ ഏത് ലാബിലും നിങ്ങൾക്ക് പരിശോധിച്ചുകൊണ്ട് ബയോടെക്നോളജിയിലോ നാനോ ടെക്നോളജിയിലോ പരിശോധിച്ച് കഴിഞ്ഞാൽ ചക്ക നല്ലോണം വയറ് നിറച്ച് തിന്നുക. ഒരു കഷ്ണം ചുക്ക് തിന്നു നോക്കി, അത് ദഹിച്ചു. അതുപോലെ വയറ് നിറച്ചുള്ള മുക്ക മുട്ട തിന്നാം. മാങ്ങ തിന്നാലോ മാങ്ങയ്ക്ക് ഒരു കഷ്ണം തേങ്ങ തിന്നാം. ഇതിൻ്റെ പേരാണ്. അതുപോലെ തന്നെ അന്തരീക്ഷത്തിലുള്ള ഏറ്റവും നല്ല മൊബൈൽ ടവറുകളാണ് നമ്മളെ കരിമ്പന. അതാണ് കരിമ്പനയുടെ ഏറ്റവും പ്രസക്തി. നമ്മളെ തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന ചൂട് തടുക്കുന്നതിനാണ് പാലക്കാട് കണ്ട കരിമ്പന. അപ്പോൾ മൊബൈൽ ടവറാണത്. അങ്ങനെ മുള എന്ന് പറഞ്ഞാൽ 5-3 അർത്ഥത്തിലാണ്. നമ്മൾ ഓരോ അറിവുകൾ കിട്ടുമ്പോഴും അറിവുകൾ വികാസം പ്രാപിക്കുമ്പോൾ അഭിപ്രായങ്ങൾക്ക് വ്യത്യാസം വരും. അതിൻ്റെ പേരാണ് മുള. ഈ മുളയിൽ നിന്നാണ് ലോകത്തുള്ള എല്ലാ പൾപ്പുകളും പേപ്പറുകളും എടുക്കുന്നുണ്ട്. മുള പൊട്ടുന്നതും അറിവുകളിൽ നിന്ന്. ഇത്തരം അറിവുകൾ നമ്മുടെ വരുന്നൊരു തലമുറയ്ക്ക് നന്മ ഇനിയുന്ന മനസ്സുകളായി മാറട്ടെ എന്നുകൊണ്ട് എല്ലാവർക്കും മലയാളത്തിലും ഹിന്ദിയിലും ഇംഗ്ലീഷിലും ഒക്കെ പാടെ ഹാപ്പി ന്യൂ ഇയർ. നമുക്കിനിയും മനസ്സുണർന്നാൽ മണ്ണിലിനിയും ജീവിതം ഒരുമയോടെ നമുക്ക് പകരാൻ കൂട്ടുകൂടാൻ പോരുവിൻ. അപ്പം എല്ലാവരെയും നമ്മുടെ ഏഷ്യയിലെ ഏറ്റവും വലിയ ചേനഗ്രാമം എന്നറിയപ്പെടുന്ന നമ്മുടെ ജന്മഗ്രാമമായ ആലിപ്പറമ്പ് ഹൈസ്കൂളിന് തമ്മിലുള്ള സത്യസദാഗ്രഹാർത്ഥമുള്ള വിത്തുപുരയിലേക്ക് സഹർഷം സ്വാഗതം ചെയ്യുന്നു. നമസ്കാരം.